കേരളത്തിൽ പുതിയ മന്ത്രിസഭ വന്നിട്ട് ഏറ്റവും ഇംപ്രസ് ചെയ്ത മന്ത്രി ആരാണ്? നിസ്സംശയം പറയാം, അത് നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം മുമ്പ്. അതേ ട്രാക്ക് റെക്കോർഡ് അദ്ദേഹം തുടർന്നു. എല്ലാവർക്കും CPM-കാർ പോലും ഉള്ളിൽ സമ്മതിക്കുന്ന പോലെ ശ്രീ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി എന്നൊരു കാര്യത്തിൽ പരാജയമായിരുന്നു. ആഭ്യന്തര വകുപ്പ് പരാജയമായിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല വന്നപ്പോൾ ഊർജ്ജസ്വലമായി ആ വകുപ്പിനെ നയിക്കാനും നീക്കാനും റിസൾട്ട് ഉണ്ടാക്കാനും കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം തുടങ്ങിയതാണ് ഓപ്പറേഷൻ തൂഫാൻ. മാസ് സിനിമകളുടെ പേരിനെ അനുസ്മരിക്കുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ തൂഫാനായി തന്നെ മാറിയിരിക്കുകയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പും രമേശ് ചെന്നിത്തലാജി. ഏകദേശം ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങി 3 ദിവസം കൊണ്ട് 60 ലക്ഷം രൂപയുടെ മയക്കുമരുന്നുകളാണ് പിടിച്ചത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിൻ്റെ മാഫിയ കണ്ണികളെ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം ഇതിന് കൊടുക്കുന്നില്ല. കാര്യം പലപ്പോഴും കോൺട്രവേഴ്സി മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ആഗ്രഹം. ചർച്ച ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ മറ്റും ഉണ്ടാകണം. എന്നാൽ ഇത് നമ്മുടെ നാടിനെ രക്ഷിക്കുന്ന കാര്യമാണ്. കേരളം ഒരുപാട് കാര്യത്തിൽ മുൻപന്തിയിലാണ്. എന്നാൽ കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വലിയൊരു പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊരു സത്യവുമാണ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് അഫക്റ്റഡായ സംസ്ഥാനം പഞ്ചാബാണ്. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് പിടിക്കുന്ന 2, 3, 4 സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൊന്ന് നമ്മുടെ ഈ കൊച്ചു കേരളമാണ്. കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളുണ്ട് എന്ന് വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ശ്രീ രമേശ് ചെന്നിത്തല ഏറ്റവും നല്ല രീതിയിൽ ഓപ്പറേഷൻ തൂഫാനുമായി മുമ്പോട്ട് പോവുകയും അതിനുവേണ്ടി ധാരാളം റിസോഴ്സും ടൈമും അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ നമുക്കൊന്ന് കേൾക്കാം. സംഘത്തിന്റെ പ്രധാനപ്പെട്ട 2 കണ്ണുകളെ ഇന്ന് പോലീസ് പിടിച്ചിട്ടുണ്ട്. അതിൽ പന്തളം പോലീസ് സ്റ്റേഷൻ നിങ്ങൾ എത്ര പേരെ അറിഞ്ഞു? ക്രൈം 472/2026 കേസുമായി ബന്ധപ്പെട്ട് ഒരു നൈജീരിയൻ പൗരൻ സാമുവൽ ക്രിസ്ത്യൻ ഓക്ഫോർ എന്ന ആളിനെയും മാധ്യമങ്ങളൊക്കെ ഇത് ഹൈലൈറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് റിയൽ വർക്ക്, ക്രൈം 147 റിയൽ പോലീസ് വർക്ക് കേസുമായി ബന്ധപ്പെട്ട് എൽസീന സന്താൻ സൂസ എന്ന വിദേശ വനിതയെയും അന്വേഷക സംഘത്തിന് ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു അച്ചീവ്മെന്റ് ആണ്. 728 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 795 പേരെ അറസ്റ്റ് ചെയ്തു. ഈ കേസുകളായി രാജ്യാന്തര വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നായ MDMA 625 ഗ്രാം MDMA പിടികൂടി. 48.49 കിലോഗ്രാം കഞ്ചാവ്, 136 kg 0.136 kg ഹാഷിഷ് ഓയിലും 480 കഞ്ചാവ് ബീഡിയും പോലീസ് ഇതിനകം പിടിച്ചെടുക്കുകയുണ്ടായി. മൊത്തം 60 ലക്ഷം രൂപയുടെ മയക്കുമരുന്നുകളാണ് കൈയടിക്കണം. 3-ാം തീയതി മുതൽ പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിന്റെ പ്രധാനപ്പെട്ട 2 കണ്ണുകളെ ഇന്ന് പോലീസ് പിടിച്ചിട്ടുണ്ട്. അതിൽ പന്തളം പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യാൻ യഥാർത്ഥത്തിൽ അത്തരം വർക്ക് ചെയ്യുന്നവരെ പലപ്പോഴും രാഷ്ട്രീയക്കാര് വിവാദങ്ങളിലൂടെയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിവാദങ്ങൾക്കപ്പുറം യഥാർത്ഥ വർക്ക് ചെയ്യുന്നതാണ് രമേശ് ചെന്നിത്തലാജിയെ പോലുള്ള ആൾക്കാർ. അതിന് എത്ര കയ്യടി കൊടുത്താലും മതിയാവില്ല. അത്തരം കയ്യടികളാണ് നമ്മുടെ ജനാധിപത്യത്തെ കൂടുതൽ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുന്നത്. നമ്മുടെ മാധ്യമ ശ്രദ്ധ, പൊതുജന ശ്രദ്ധ പലപ്പോഴും ഇത്തരം ഡീപ്പ് വർക്കുകളിൽ അല്ലെങ്കിൽ സോളിഡ് വർക്കുകളിലേക്ക് പലപ്പോഴും വരാറില്ല. ശ്രീ രമേശ് ചെന്നിത്തല യഥാർത്ഥത്തിൽ തൂഫാനായി മാറി, ആഭ്യന്തര വകുപ്പ് തൂഫാനായി മാറി. ദിവസങ്ങൾ കൊണ്ടാണ് ഈ നാർക്കോ ഹണ്ടിലൂടെ അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. വലിയ രീതിയിൽ അപ്രീസിയേഷൻ രമേശ് ചെന്നിത്തലാജിക്ക് അർപ്പിക്കുന്നു. ഇനിയും ഇതേപോലെ മികച്ച വർക്ക് ഉണ്ടാകട്ടെ. ആ രീതിയിൽ കേരളം ഈ രീതിയിൽ എല്ലാ തരത്തിലുള്ള നാർക്കോ മുക്തവുമാകട്ടെ, അല്ലെങ്കിൽ മാറട്ടെ. വാട്സപ്പ് നമ്പർ അടക്കം അവർ കൊടുത്തിട്ടുണ്ട്. 9959
66666 എന്ന നമ്പറൊക്കെയാണ്. രമേശ് ചെന്നിത്തലാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും കൂടെ ഞാൻ താഴെ ഇടാം. അദ്ദേഹം ഞാൻ ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റും കൂടെ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ ഇടാം. നിങ്ങൾക്കും അങ്ങനെ മയക്കുമരുന്നും മറ്റും അറിയുന്നുണ്ടെങ്കിൽ അറിയിക്കുക. സിഗരറ്റ് പോലെയോ അല്ലെങ്കിൽ മറ്റേ ആൽക്കഹോൾ പോലെയോ അല്ല, അത് മോശമാണ്. സിഗരറ്റും തെറ്റാണ്, ആൽക്കഹോളും തെറ്റാണ്. പക്ഷേ മയക്കുമരുന്ന് മറ്റൊരു ലെവലാണ് ഓൾ ടുഗദർ. അതുകൊണ്ട് മയക്കുമരുന്നുകളെ ഒരു കാരണവശാലും വെച്ച് ഉറപ്പിക്കരുത്. നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അവരും വരുമ്പോൾ നമ്മൾ പോലും അറിയാതെയായിരിക്കും ഈ ശൃംഖലകളിലൊക്കെ ചെന്ന് പെടുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മയക്കുമരുന്നുകളോട് നോ കോംപ്രമൈസാണ്. സിഗരറ്റ് വലി നിരുത്സാഹപ്പെടുത്തണം, മദ്യം നിരുത്സാഹപ്പെടുത്തണം. സിഗരറ്റ് നമ്മളെ വലിക്കരുത്, മദ്യം നമ്മളെ കുടിക്കരുത്. പക്ഷേ മയക്കുമരുന്ന് നമ്മൾ തുടരുത്. അതുമായിട്ട് എന്നും അകലം പാലിക്കണം. അത് നമ്മുടെ ബ്രെയിനിനെ, ബുദ്ധിയെ, ബോധത്തെ, സമൂഹത്തെ, രാഷ്ട്രത്തെ, മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ട് രമേശിക്ക് എത്ര കൈയടിച്ചാലും മതിയാവില്ല. കൺഗ്രാറ്റ്സ് രമേശ്.